Okay, good morning. So, in the class we were studying about proteins. Do you remember that? About proteins? Now, those who have to mute, please mute. Sound is coming. I think Vasudeva, he is joining only. So, in the last class we studied about cells and all. What is cell? Our body is made up of millions of cells. കോശങ്ങൾ കൊണ്ടുണ്ടാക്കപ്പെട്ടതാണ് നമ്മുടെ സെല്ലുകൾ എന്ന് പറഞ്ഞു. ഓരോ സെല്ല് that we cannot see. See, then our body is made up of billions of cells. These cells are made up mainly from proteins. പ്രോട്ടീൻ കൊണ്ടാണ് നമ്മുടെ സെൽസ് എല്ലാം ഉണ്ടാക്കുന്ന ബോഡിയിൽ. നമ്മുടെ ബോഡിയിൽ ഒന്നോ രണ്ടോ അല്ല, there are billions means so many cells are there. When we grow, our body needs more proteins to make new cells. See, we know that when we were born, we were very small, but you have seen, you have grown now till that much, isn't it? You can see how lengthy you are. Today, after the class, take a tape, measure your length. Did you understand what I said? ഞാൻ പറഞ്ഞ മനസ്സിലായോ? ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഒരു ടേപ്പ് എടുക്കുക. If you have a measuring tape at home, നിങ്ങളുടെ വീട്ടിൽ ആരുടെയൊക്കെ വീട്ടിലൊക്കെ മെഷറിംഗ് ടേപ്പില്ലേ, ടൈലർ ഉപയോഗിക്കുന്ന മെഷറിംഗ് ടേപ്പ്, അങ്ങനത്തെ ഒരു ടേപ്പ് എടുത്ത് നിങ്ങളുടെ ലെന്ത് എത്രയാണെന്ന് അളക്കുക, നിങ്ങളുടെ നീളം. ഓക്കെ, ആൻഡ് യു ഹാവ് ടു ടെൽ മീ ഇൻ ദ നെക്സ്റ്റ് ക്ലാസ് ഹൗ മെനി സെന്റിമീറ്റേഴ്സ് യു ഹാവ് ഗ്രോൺ. എത്ര സെന്റിമീറ്റർ നിങ്ങൾ ഇപ്പോൾ വളർന്നു എന്ന്. 1 മീറ്റർ ആണോ, 100 സെന്റിമീറ്റർ, 110, 95, അങ്ങനെ എത്രയാണെന്ന് വെച്ചാൽ നിങ്ങൾ പറയണം. ഓക്കെ, ബട്ട് then think when you were born you were only maybe or 20 or 25 centimeter. ഓക്കെ, നിങ്ങൾ 20, സോറി നോട്ട് സെന്റിമീറ്റർ, ഇഞ്ച്. ഓക്കെ, നിങ്ങൾ ജനിച്ചപ്പോൾ ഒരു എത്ര സെന്റിമീറ്റർ ഉണ്ടായിരുന്നു എന്ന് നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കുക. നൗ യു ആർ ഹൗ മച്ച്, എത്രത്തോളം ഉണ്ട് ഇപ്പോൾ എന്ന് ആലോചിക്കുക. സോ യു ആർ ഗ്രോയിങ്, isn't it? ഓക്കെ, so when we grow, our body needs protein to make new cells. നമ്മുടെ ബോഡി വളരുന്നതനുസരിച്ച് നമുക്ക് കുറെ പുതിയ സെൽസ് ഉണ്ടാക്കുന്നതിന് വേണ്ടി നമുക്ക് ഒരുപാട് പ്രോട്ടീൻസ് ആവശ്യമാണ്. ആൻഡ് എസ്പെഷ്യലി ഫോർ ഗ്രോയിങ് ചിൽഡ്രൻ ലൈക്ക് യു, നിങ്ങളെ പോലെയുള്ള വളർന്നു വരുന്ന കുട്ടികൾക്ക് കൂടുതൽ പ്രോട്ടീനുകൾ ആവശ്യമാണ്. കാരണം വളർച്ചയുടെ കാലഘട്ടം, മീൻസ് ലൈക്ക് മീ, ഐ എം ഓൾറെഡി ഗ്രോൺ അപ്പ്. എനിക്ക് ഇനി ഹൈറ്റ് ഒന്നും വെക്കിയല്ല. ഇനി ഹൈറ്റ് വെച്ചാൽ ഭയങ്കര ഇതാണ് അല്ലേ മിസ്സിന്. അപ്പം ഇനി ഹൈറ്റ് വെക്കുന്നത് ഒരു 20 years 19 ഒക്കെ ആകുമ്പോഴത്തേനും നമ്മളുടെ ഹൈറ്റ്, അതായത് ലെന്തിന്റെ വളർച്ച നിൽക്കും. ഓക്കെ, ആഫ്റ്റർ ദാറ്റ് നമ്മുടെ ബോഡി ഫാറ്റ് ആകാൻ സാധ്യതയുണ്ട്, ഒത്തിരി തടി വെക്കാൻ സാധ്യതയുണ്ട്. അന്നേരം നമുക്ക് സെൽസ് വേണം, മോർ സെൽസ് നീഡ്. ബട്ട് ലൈക്ക് യു ചിൽഡ്രൻ, ഗ്രോയിങ് ചിൽഡ്രൻ നീഡ് മോർ പ്രോട്ടീൻസ് ടു മേക്ക് മോർ സെൽസ്. ഓക്കെ, our body also needs proteins to replace old and damaged cells. So the cells which we have in our body will be damaged after sometimes. കുറച്ച് നാളുകൾക്ക് ശേഷം നമ്മുടെ കോശങ്ങൾ നശിച്ചു പോകും. അപ്പൊ ആ നശിച്ചു പോകുന്ന സെല്ലുകൾക്ക് പകരം ന്യൂ സെൽസ് ഷുഡ് ബി ദർ, പുതിയ സെല്ലുകൾ വേണം. അപ്പം we need more proteins. Okay, our diet should have enough proteins for this. So from where we will get more proteins? എവിടെ നമുക്ക് കൂടുതൽ പ്രോട്ടീൻ കിട്ടുന്ന? ഫസ്റ്റ് നമ്മൾ ഗ്രോയിങ് ഏജിലാവുമ്പോൾ നമുക്ക് കൂടുതൽ സെൽസ് വേണം. പിന്നെ എസ്പെഷ്യലി ഫോർ യു ചിൽഡ്രൻ. പിന്നെ ഓൾഡ് പീപ്പിൾ നമുക്കറിയാം ഒരു വീക്ക് ആയിരിക്കും അല്ലേ. അപ്പൊ അവരുടെ സെൽസ് എല്ലാം തന്നെ ഡെഡ് ആയിട്ടുണ്ടാവും, ഡാമേജ്ഡ് ആകും. ഓൾഡ് പീപ്പിളിന് പെട്ടെന്ന് ഡെഡ് ആകുക, കാരണം നേരത്തെ മുതലുള്ള സെല്ലുകളാണ്. അപ്പൊ അവർക്ക് ന്യൂ സെൽസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും they need more proteins. From where do we get these proteins? എവിടുന്നാ കിട്ടുന്ന ഈ പ്രോട്ടീൻസ്? And Joel, can you hear? Joel? Yes, unmute and tell me. Unmute. 1 minute, Joel is trying. Joel can't unmute. Unmute ആവുന്നില്ല. Okay, Heaven is ready. Heaven, please unmute. Joel ആവുന്നില്ല, unmute ആവുന്നില്ല. Plants. No, I'm asking from where shall we get the proteins for our cells growing? സെല്ലുകൾ വളരാൻ വേണ്ടി നമുക്ക് എവിടുന്ന പ്രോട്ടീൻ കിട്ടുന്നേ?
Plants. From plants. That means Food. from food. Food. Okay, very good. From the food. Diet. Diet means what? What is the meaning of diet? Adira, what is the problem for you? You are disturbed, I think. What is that? Can't hear. എന്താ അവിടെ ഡിസ്റ്റർബൻസ് ഉണ്ടല്ലോ? What is that? ശരിക്കായിട്ട് കേൾക്കുന്നില്ല അല്ലേ? കുറച്ച് കഴിയുമ്പോൾ റെക്കോർഡിംഗ് വോയിസ് വരും. You can hear properly. Since it is raining, I think that's the problem. Okay. Diet means what? Harinanda, what is the meaning of diet? നമ്മളൊന്നും കഴിക്കാതെ. ആഹാരം, food. Diet means food. Jiva, now it's clear. Can you hear? Jiva, can you hear? Jiva, can you hear? Yes or no? Just show me your thumb, Jiva. Please show your thumb like this way. Okay, you can hear. Okay, so our diet should have enough proteins for this. Growing children and sick people require more proteins in their diet. So see, listen now. Listen. What Sri Vishnu? Sri Vishnu, what happened? Sri Vishnu boy. Okay. So here, listen here now. See, it is clearly said that growing children. Who is growing children? What is the meaning of growing children, Giovanna? Giovanna can't hear. Giovanna, can you hear? What is the meaning of growing children? The children who are growing. Who are growing means children like you. Understand? Growing children means valarunna kuttikal. That is you people. Understand? Okay. So you people and sick people. What is the meaning of sick? Sick means unhealthy, not healthy. Rogigal, patients. Unhealthy ആയിട്ടുള്ള ആൾക്കാരും growing children and old people should have more proteins in their food, in their diet. Understand? Not always eating noodles and all. That is not a healthy food. Noodle is not a healthy food. And you people like more noodles and all. Such food, it is not at all good for your health. Understand? Once in a while you take, but don't be a habit. Adara sheelamakarada. Should not be a habit like that way. All every day eating noodles and all. Once in a while means once in 15 days or once in a month. മനസ്സിലായി പറഞ്ഞത്? അങ്ങനെ വല്ലപ്പോഴും മാത്രമേ നൂഡിൽസ് ഒക്കെ കഴിക്കാവുള്ളൂ. അല്ലാതെ നമ്മൾ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് നമ്മൾ കഴിച്ചിരിക്കണം. ഓക്കെ. So it is said in your textbook itself, it is said that you have to growing children like you and old people and sick people should have more proteins in their food. Like fats, proteins also are obtained from both plants and animals. Now from where do we get these proteins? Both from plants and who has to unmute? Who unmuted? Somebody is coming. Don't unmute. Okay. Okay. We studied that fat we get from both plants and animals. Like the same way, proteins also are got from plants and animals. From animals means meat, then egg, fish. Shanif, please. Okay. Meat, fish, egg, and milk are animal protein. So the protein food that we get from animals are which are those? Meat, fish, egg, and milk. Okay. Now Halima, please unmute. Halima, please unmute. Miss. Can't hear. What about the others? Those who can hear, please show like this way. Those who can't hear, please show like this way. Only Adira. Adira, it is your phone's problem. Okay. Okay, listen. Now Halima, please unmute and tell me what are the animal protein food?
ഇപ്പൊ ഞാൻ പറഞ്ഞതാണ്. മിൽക്ക്, വെരി ഗുഡ്. എഗ്, ഫിഷ്, മീറ്റ്. Say meat. Halima, once again say fish, meat, milk, and egg. Okay. These are animal protein food. Okay. Then from plants we get pulses and soyabeans are plant proteins. Pulses, then soyabeans. Soyabean ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതല്ലേ? പലർക്കും ഇഷ്ടമാണല്ലോ. സോയാബീൻ ഇഷ്ടമുള്ളവർക്ക് ഒന്ന് റൈസ് ഹാൻഡ്, ലെറ്റ് മീ സീ. Okay. Shanif, you don't like soyabean? കേൾക്കുന്നില്ല. Adira, please. Adira, can you hear? No. Adira, it is not our fault. It is your phone's fault. You don't have network there, I think. Okay. Okay. Almost many of you like it. Okay. Then many of you like to eat soyabean and all. Okay. Very good. Nijad, what is the problem? Why did you raise the hand for soyabean only? Okay. Okay. Pulses and soyabeans are plant proteins. Pulses, soyabeans, grams, and all are there. See. ഇവിടെ ചിത്രം തന്നിട്ടുണ്ടല്ലോ പേജ് നമ്പർ 13 ഫസ്റ്റ് അല്ല ഫിഗർ 2.3. Some source of proteins from plants. Which are those? Nijad, please read. Nijad, please read. Pulses. വായിച്ച മോനെ വേഗം. ഏതൊക്കെയാണ് പ്രോട്ടീൻസ് പ്ലാന്റിൽ നിന്ന് കിട്ടുന്നത്? പിക്ചറിൽ നോക്കിയാൽ മതി. ഏതൊക്കെയാണ് അതാണ്? പൾസസ്. ഞാൻ ഇപ്പം വന്നതേ ഉള്ളൂ, അതുകൊണ്ട് എവിടെയാന്ന് അറിയില്ല. ഓക്കെ. See this one, page number. Take page number 13. 13. Did you see? There, did you see the heading protein? Protein താഴെ heading ഉണ്ടോ? Okay. അതിന്റെ താഴെ picture ഉണ്ടോ? Some sources of proteins. Okay. What are those? Read it. ആ ചിത്രത്തിലുള്ള ഒന്ന് വായിച്ചേ ഏതൊക്കെയാണ്? Soybean. Very good. Pulses. Okay, good. Soyabeans, grams, pulses. ഇതിൽ നിങ്ങൾ ഏതൊക്കെ കഴിക്കും? പൾസസിൽ ചെറുപയർ കഴിക്കുന്നവരൊക്കെ ഒന്ന് കൈ ഉയർത്തിക്കുക. Just raise the hand, those who eat. 1, 2, 3, 4, 5, 6, 7. Okay. Heaven, don't you eat pulses, grams? കഴിക്കില്ലേ? ചെറുപയറൊന്നും കഴിക്കില്ലേ? അതെ. ആരോമില് അവിടെ കൈ ഉയർത്തുന്നുണ്ട്, കാണുന്നില്ല. വീഡിയോ ഓഡിയോ എല്ലാം ഓഫാണ്. ബട്ട് ഹി ഹാസ് ജസ്റ്റ് റൈസ് ദ ഹാൻഡ്. ഓക്കെ. ചെറുപയർ എന്ന് പറഞ്ഞാൽ എത്ര നല്ല പ്രോട്ടീൻ ഉള്ള സംഭവമാണെന്നറിയാമോ? കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങളോട് ജെർമിനേഷൻ നടത്താൻ പറഞ്ഞില്ലായിരുന്നോ? ജെർമിനേഷൻ ഓഫ് സീഡ്. ആഫ്റ്റർ ജെർമിനേറ്റിംഗ് വാട്ട് ഡിഡ് യു ഡു ദാറ്റ്? ജെർമിനേഷൻ നടത്തിയതിനു ശേഷം ബാക്കി എന്താ ചെയ്തേ? വാട്ട് ഡിഡ് യു ഡു? ഹരിനന്ദ് ഹാസ് ഈറ്റൻ. ഓക്കെ. വാട്ട് അബൌട്ട് ദ അതേഴ്സ്? ഷാനിഫ്, വാട്ട് ഡിഡ് യു ഡു ദാറ്റ്? Eat. Ate. Good. I cooked and eat. Cooked and eat. Very good. Adira, now can you hear properly? ഇപ്പൊ കേൾക്കാൻ പറ്റുന്നുണ്ടോ? Yes. ഇനി ആതിര ഒന്ന് ശ്രദ്ധിക്കണം. കേൾക്കുന്നില്ലെങ്കിലുണ്ടല്ലോ മോളെ, മോസ്റ്റ്ലി നിന്റെ ഫോണിന്റെ പ്രോബ്ലം ആയിരിക്കും, മഴയായതുകൊണ്ട്. ഓക്കെ. ചിലപ്പോ അങ്ങനെയായിരിക്കും. ഇങ്ങോട്ട് ഇവിടെ ബാക്കി വിട്ട് കേൾക്കുന്നുണ്ടായിരുന്നു പറഞ്ഞു. ഓക്കെ. സോ ചെറുപയർ. നെക്സ്റ്റ് അടുത്ത് സോയാബീൻ. Soyabean almost all liked. Haven't raised the hand. Okay. Next, grams. Kadala curry which ഇഷ്ടമാണോ നിങ്ങൾക്കൊക്കെ? That too almost everybody like. Okay, very good. Next pulses, that is പരിപ്പ്. ഇഷ്ടമാണോ? കുറച്ച് പേർക്ക് ഇഷ്ടമാണ്. Okay, very good. So pulses and soyabeans are plant proteins. Meat, fish, egg and milk are proteins. The total requirement of proteins for an adult is about 50 to 60 grams per day. That's not for you.
For an adult. What is the meaning of adult? Jeeva, can you tell what is the meaning of adult? Adult എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അർത്ഥം അറിയാവോ? Anyone knows? ആർക്കെങ്കിലും അറിയാവോ in this group? Okay, Justus knows. What is the meaning of Justus? Please tell me. Adult means മുതിർന്നവർ, grown up. അത് മനുഷ്യരായിക്കോട്ടെ അനിമൽസ് ആയിക്കോട്ടെ ആരും ആയിക്കോട്ടെ മുതിർന്ന പ്രായപൂർത്തിയായ എന്ന് പറയാം മുതിർന്ന ആൾക്കാരെയാണ് നമ്മൾ മുതിർന്ന എന്ന് വെച്ചാൽ അഡൽട്ട് എന്ന് പറഞ്ഞാൽ ഗ്രോൺ അപ്പിനെയാണ് പറയുന്നത്. ഓക്കെ, സോ എ ഗ്രോൺ അപ്പ് പേഴ്സൺ ഹൗ മച്ച് ദേ നീഡ് ഡെയിലി എ ടോട്ടൽ റിക്വയർമെന്റ് ഓഫ് എ പ്രോട്ടീൻ ഫോർ ആൻ അഡൽട്ട് ഈസ് അബൌട്ട് 50 to 60 grams per day. Per day means daily an adult need 50 to 60 grams of protein. എല്ലാ ദിവസവും നിജാദ് ഇപ്പൊ ഉണ്ടായിരുന്ന ആളാണല്ലോ പോയോ? ഓക്കെ, 50 to 60 grams പ്രോട്ടീൻസ് ഒരു ദിവസം ആവശ്യമാണ് ഒരു അഡൽട്ടിന്. അഡൽട്ട് മീൻസ് ലൈക്ക് മീ പീപ്പിൾ, ഗ്രോൺ അപ്പ് പീപ്പിളിന്. ആൻഡ് ദർ ഇസ് അനദർ വേ അബൌട്ട് 1 gram per kilogram ബോഡി വെയിറ്റ്. അതായത് ഒരു കിലോ വെയിറ്റിനനുസരിച്ച് ഒരു ഗ്രാം വീതം. ഇപ്പം സപ്പോസ് ഐ എം ടെല്ലിങ് ഇഫ് എ പേഴ്സൺ ഈസ് അബൌട്ട് 80 kg, how much protein he need? 80 grams. Understand? ഇപ്പൊ ഞാൻ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒരു അഡൽട്ടിന് 50 to 60 grams പെർ ഡേ ആവശ്യമാണ് പ്രോട്ടീന്. അപ്പം അവരുടെ ഒരു കിലോ അവരുടെ ബോഡി വെയിറ്റ് എത്രയാണോ അതില് 1 കിലോക്ക് 1 gram പ്രോട്ടീൻ എന്നാണ്. If one day if you don't get protein food, next day we have to cover up. Daily നമ്മൾ പ്രോട്ടീൻ ഉള്ള ഫുഡ് കഴിച്ചില്ല എന്നും കഴിച്ചൊന്നും വരില്ല അല്ലെ. ഇപ്പൊ 1 or 2 days if you don't take any protein food, next day we have to take that too. പറഞ്ഞ മനസ്സിലായോ? ഒരു ദിവസം നമുക്ക് ഏതെങ്കിലും കാരണവശാൽ പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഫുഡ് കഴിച്ചിട്ടില്ല എങ്കിൽ നമ്മൾ അടുത്ത ദിവസങ്ങളിൽ കഴിക്കുമ്പോൾ അത് കൂടി കഴിക്കാൻ ശ്രമിക്കണം. ഓക്കെ, ഇനി children have, ഇത് പറഞ്ഞേക്കുന്ന 50 to 60 grams for whom? For adult only. For children have growing bodies and hence require more proteins per kilogram body weight. അപ്പൊ നിങ്ങൾക്ക് ഇതെല്ലാം ബാധകമാണ്. കേൾക്കുന്നുണ്ടല്ലോ എല്ലാവരും? ഷാനിഫ് ഒക്കെ എന്തിനാ വീഡിയോ ഓഫ് ആക്കിയിട്ട് പോയേക്കുന്നത്? ശ്രീ വിഷ്ണു, ഹലീമ, ജോയ്, why did you off your videos? Joel, Ashwin, ശ്രീ വിഷ്ണു, ആരോമൽ, ഹരിനന്ദ്, Afros, why did you off the video? Okay, see, for children, since you are growing children, you need more proteins, and so you require more proteins than your body weight. ഇവിടെ അഡൽട്സിന് 1 കിലോയ്ക്കോ 1 gram എന്ന കണക്കിൽ പ്രകാരമാണെങ്കിൽ നിങ്ങൾ how do you know what is your weight? How many of you know? Just us, what is your weight? 36 kilogram. 36. Juwana? 37 kilogram. Nijad? 35. Anybody knows? Anybody else? Jiva, you know your weight? What's your weight? 40. Heaven, what's your weight? 26. Ayyo, you are studying in 6th standard and you are weighing only 26. My dear, see, here you are studying, you have to eat more proteins. And then next, I will give you 3 months. You have to become 40 kg within 3 months. Okay? Did you hear what I said? See, those who are 20, 25, 30, 35 and all have to reach up to 40 within 3 months. Only 3 months duration I'll give. Okay? This is July, August, September, October. In the month of October, we will weigh your weight. And all should be at 40 kg at that time. Are you ready? Are you ready? No. Justice is ready. Juvana is ready. Harinand is ready. Nijad is ready. Ashwin is ready. Adira is ready.
What about you, Vasudev? Vasudev has off the video. And Shanif, you should be 40 kg by October. Jiva, you to be 40 kg. Now you are 40, I think, no? Are you 40? I don't think you are 40. Maybe 35. No, 40. Sure. Okay. Heaven? You should be 40 by October. Okay? Okay. So, here we studied that for a grown-up person or an adult person, Nijat, you can tell to your mommy after the class, give nice food for me. I want to be 40 kg by October. Tell your mommy, okay? Okay. See, for you people, those who are 20, Heaven, what was your weight? 26. Okay. For you, not 26 gram protein is not enough. Okay. Now, adult in the 1 kilo 1 gram. That means if they are a 60 kg, they need only 60 grams of proteins. But for you children, not according to the body weight, you need more than that. Body weight is 30 kg ulla 30 gram pora. Manasilayo. നമ്മൾ പഠിച്ച അഡൽട്ടിന്റെ കേസിലാണ് അങ്ങനെ വരുന്നത്. But for growing children, we need more proteins. Okay. So meat, fish and eggs are good source of proteins and they also provide us with fats. Our first lesson is pending. See, those who came late, once again I am reminding you, please listen. Those who came late in the class, please, I am reminding, please listen. You have to submit the first lessons not today itself. By today, before 9 o'clock itself. Understand? First lesson notes complete ചെയ്യാത്തവർക്ക് ലാസ്റ്റ് വാണിംഗ് ആണ് ഇന്ന് വൈകുന്നേരം 9 മണിക്ക് മുന്നേ സബ്മിറ്റ് ചെയ്തിരിക്കണം. ഇനി അതിനൊരു എക്സ്ക്യൂസും ഇല്ല. ഞാൻ ഗ്രൂപ്പിലേക്ക് നിങ്ങളുടെ പേരിടും. പിന്നെ he has not submitted, she has not submitted എന്ന് പറഞ്ഞിട്ടുണ്ട്. നോട്ട്ബുക്കിൽ പകർത്തി എഴുതിയിട്ട് അതിന് ഫോട്ടോ എടുത്തിട്ടാൽ മതി. ഓക്കെ. അല്ലാത്തവരെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ കഴിഞ്ഞ ദിവസം ഇട്ട് തന്ന നോട്ട്സ് കോപ്പി ചെയ്യുക നോട്ടിലേക്ക് വിത്തൗട്ട് എനി സ്പെല്ലിംഗ് മിസ്റ്റേക്ക്. ആൻഡ് യു ഹാവ് ടു റൈറ്റ് വെരി ക്ലിയർലി, നീറ്റ്ലി. Like last year, sir, do you remember when you were in 5th and all, how I was correcting your book? I will just scratch, but don't write like that. I can't read. ഇപ്പം ബുക്കിലെല്ലാം മിസ് അങ്ങനെ വെട്ടിയിട്ടില്ലല്ലോ എന്ന് ഓർത്തോണ്ട് വേണ്ട, ഞാൻ അപ്പോഴേ തന്നെ മെസ്സേജ് ഇടും. I have to read. You have to write neatly. Understand what I said? കേട്ട എല്ലാവരും ക്ലിയർ ആയിട്ട് നീറ്റ് ആയിട്ട് എഴുതണം. അല്ലാതെ ക്ലിയർ ഇല്ലാതെ പിന്നെ വായിക്കാൻ പറ്റാതെ എഴുതരുത് കേട്ടോ. അങ്ങനെ ഇടരുത്. ഓക്കെ. Next one is vitamins. Vitamins are a group of nutrients that our body require in small quantities. Vitamins എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിക്ക് ചെറുതായിട്ട് ആവശ്യമുള്ള ഒരു ന്യൂട്രിയൻസ് ആണ്. അപ്പൊ ഒരുപാട് പ്രോട്ടീൻ്റെ അത്ര ഒന്നും നമുക്ക് ആവശ്യമില്ല വിറ്റമിൻസ്. They are essential for the proper working of the body. And for what we are using the proteins? Proteins are used for the proper functioning of our body parts. We know that each part of our body has different functions. What is the function of eyes? Ashwin, can you hear? What is the function of our eye? കണ്ണിന്റെ ഫംഗ്ഷൻ എന്താണ്? ജോലി എന്താണ്? അശ്വിൻ അവിടെ കുനിഞ്ഞിരുന്നു, കേൾക്കുന്നില്ല. I will put it in the WhatsApp group. അശ്വിനെ കേൾക്കുന്നില്ലേ? No. Ashwin already said. Harinand, please. What is the function of a eye? Function of an eye? To see. To see. Okay. Heaven, what is the function of ear? Ear. To hear the hear. Okay, to hear the sounds. Okay. So like that way, each part of our body has a different functions. ഒരു പാർട്ട് ചെയ്യുന്ന ഫംഗ്ഷൻ അല്ല, ജോലിയല്ല അടുത്ത ഇത് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ഡിഫറെന്റ് പാർട്സ് അല്ലെ. ഇപ്പൊ കൈ ചെയ്യുന്ന ജോലിയല്ല കാല് ചെയ്യുന്ന കാലിന്റെ ജോലിയല്ല, കണ്ണ് ചെയ്യുന്ന കണ്ണിന്റെ അല്ല, പല്ല് ചെയ്യുന്ന എല്ലാത്തിനും ഡിഫറെന്റ് ഫംഗ്ഷൻസ് ആണ്. സോ ഓരോന്നും കൃത്യമായിട്ട് ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് വിത്തൗട്ട് എനി പ്രോബ്ലം they have to function, so that they need vitamins. Vitamins will help parts of the body to function well. അപ്പൊ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും കാല് വേദന. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഉള്ള കുട്ടികളുടെ ഒരു പ്രത്യേകതയാണ് കാലിന്റെ ഒക്കെ വേദന. When teacher was small and all, teacher had no leg pain and all.
ടീച്ചറിന്റെ കാലുവേദനയൊന്നും ഇല്ലായിരുന്നു നിങ്ങളെ പോലെയുള്ള പ്രായത്തിലൊന്നും. ഒത്തിരി നടക്കുന്ന ഒരാളായിരുന്നു ഒരുപാട്. സോ വെൻ ഐ വാസ് സ്മോൾ we had no bus service and all to go to school. We had to walk 1.5 hours and all morning and evening also. So 3 hours daily used to walk. But we didn't have any leg pain and all. We were not complaining of leg pain. Nowadays, you people are coming by bus or any auto or like any facility, vehicle facilities are there for you. Isn't it? Transportation is there. And you still you people complain. If you have to walk for 5 minutes or 10 minutes, you will complain, oh, mommy, my leg is paining, like that you will complain. Isn't it? Why it is like that way? Since your bones are not healthy. You are always complaining about your teeth. Tooth pain, teeth ache, you will tell. Stomach pain, leg pain, hand pain. പെയിൻ ഇല്ലാത്ത ഒരു സ്ഥലവും ഇല്ല. എപ്പോഴും നിങ്ങൾക്ക് എപ്പോഴും കംപ്ലൈന്റ് ആണ് അല്ലെ? കാല് വേദന എടുക്കുന്നു, കണ്ണിന് വേദന എടുക്കുന്നു, ചെവി വേദന എടുക്കുന്നു, അങ്ങനെ എപ്പോഴും കംപ്ലൈന്റ് ആണ്. വൈ ഇറ്റ് ഈസ്? ബിക്കോസ് those parts are not functioning properly, means they do not have proper protein. അതിന് ശരിക്കും പ്രോട്ടീൻ ഇല്ലാത്തതുകൊണ്ടാണ്. ടൈം ഈസ് ഗോയിങ് ടു ബി അപ്പ്. ഞാൻ ഹോംവർക്ക് ഇല്ല, നിങ്ങൾക്ക് പേജ് നമ്പർ 14 ഒരു വർക്ക് ഉണ്ട്. I will put it in the WhatsApp group. See,